കേരള സർവകലാശാല വി.സി. ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. തൃശൂരിലായിരുന്നു കൂടിക്കാഴ്ച. കേരള സർവകലാശാലയിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി. രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് പിൻവലിച്ചെങ്കിൽ അതിന്റെ രേഖ എവിടെയെന്ന് ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ചോദിച്ചു. സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പാക്കണമെങ്കിൽ വി.സി. ഒപ്പിടണം. ഇല്ലാത്ത കടലാസിനെ കുറിച്ചാണ് രജിസ്ട്രാറും സിൻഡിക്കേറ്റ് അംഗങ്ങളും പറയുന്നതെന്നും വി.സി. പറഞ്ഞു. അദ്ദേഹം നേരെ കോടതിയിൽ പോയി. അത് ചെയ്യാവുന്നതാണ്, ഏതൊരു പൗരനും ചെയ്യാവുന്നതാണ്. കോടതിയിൽ ചെന്നിട്ട് അദ്ദേഹം കേസ് കൊടുത്തു. അപ്പോൾ കോടതി പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക് വിശദമായി കേൾക്കാമെന്ന്. പിറ്റേ ദിവസം അദ്ദേഹം പറയുന്നു എനിക്ക് പരാതിയില്ല, ഞാനത് പിൻവലിക്കുന്നു എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നു എൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന്. അപ്പോൾ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന് പറയുന്നതിൻ്റെ രേഖ എവിടെ കാണിച്ചിട്ടില്ല. ആരാണ് പിൻവലിച്ചതെന്നും ആർക്കും അറിയില്ല. സിൻഡിക്കേറ്റ് എങ്ങനെയാണ് കൂടുക? സിൻഡിക്കേറ്റ് കൂടണമെങ്കിൽ അതിന് വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണം. എന്നിട്ട് അതിലൊരു തീരുമാനമെടുക്കണം. ആ തീരുമാനം വൈസ് ചാൻസലർ അപ്രൂവ് ചെയ്യണം. എന്നിട്ട് ആ തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വൈസ് ചാൻസലർ ഒപ്പിടണം. ഇതൊന്നും നടന്നിട്ടില്ല. ഉദാഹരണത്തിന് നമ്മൾ കേരള അസംബ്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കർ അത് ഡിസോൾവ് ചെയ്യും, എന്നിട്ട് സ്പീക്കർ അങ്ങ് പോകും. അപ്പോൾ ബാക്കി എല്ലാവരും കൂടെ വട്ടമിട്ടിരുന്ന് ഞങ്ങളാണ് അസംബ്ലി, ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തിലെവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ?